സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മന്റെ സാന്നിധ്യം ഹല്ലേലൂയ എല്ലാവരും കൂടെ ഇരിക്കുമാറാട്ടെ. എല്ലാവരെയും ക്രിസ്തയേശുവിൽ ഹല്ലേലൂയ എല്ലാവരെയും സ്നേഹവന്ദനം ചൊല്ലുന്നു. പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്ന് ഏൽപ്പിച്ച മിനിസ്ട്രിയിലെ കടക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവെ അങ്ങനെ സാന്നിധ്യം അടിയുടെ കൂടി ഇരിക്കുന്നതേ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. അനേകം പേർക്ക് ഹല്ലേലൂയ ഹൃദയങ്ങൾക്ക് ആശ്വാസമായി ഈ ഒരു മെസ്സേജ് തീർക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാടുന്ന പാട്ടിന്റെ വരികളും എടുക്കുന്ന വചനം ഹല്ലേലൂയ അനേകം പേര് വിടിയിരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ റീമാന ഷാബ്രീമനാദരം തരെ ദൈവകൃപ വെളിപ്പെടുന്നതിനെ പ്രാർത്ഥിക്കുന്നു. ആരും മുഷിഞ്ഞിരിക്കാതെ ഒരു ഉണർവിന്റെ ആത്മാവിനെ പകരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ അടുത്ത ലെവലിലേക്ക് ഇവരെ അപ്ലിഫ്റ്റ് ചെയ്യണതിനെ പ്രാർത്ഥിക്കുന്നു. സകല മാനവമഹത്വം കേൾപ്പിക്കുന്നു. യേശുനാമത്തെ പ്രാർത്ഥിക്കുന്ന അപേക്ഷ ധൈര്യമൂലങ്ങൾ സ്വയപിതാവേ ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഓറിക്കാമനാശേഭ്രേമനാധരം തുരേമനാശകതം തുരേയും മാനീർത്തോടി ഞാൻ കാംക്ഷിക്കുമ്പോ ആത്മാവിനാ ദാഹിക്കുന്നേ മാനീർത്തോടി ഞാൻ കാംക്ഷിക്കുമ്പോൾ ആത്മാവിനാ ദാഹിക്കുന്നേ ആ ജീവനീരനിക്കേ ഈടനേ യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ ആ ജീവനീരനിക്കേ ഈടനേ യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവിലെന്നോടും ഇടപെടണേ ആഴത്തിലെന്നോടും ഇടപെടണേ ആത്മാവിലെന്നോടും ഇടപെടണേ ओ गहराई से बात कर मुझसे हो पवित्र आत्मा से बात कर गहरे प्यार से तूने प्यार किया गहरे प्यार से तूने प्यार किया मास गहरा है प्यार इंतजार मास गहरा है प्यार इंतजार നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു അമ്മ ഏകിരും സ്നേഹത്തേക്കാൾ ലോകം നൽകിയും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. പരിശുദ്ധാത്മാവേ സ്തോത്ര വാക്യം വഹിക്കാൻ ആഗ്രഹിക്കുന്നു. 77 സങ്കീർത്തനത്തിന്റെ 19-20 വാക്യം. 77 സങ്കീർത്തനത്തിന്റെ 19-20 വാക്യം. Psalm chapter 77 verse 19 and 20. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. നിന്റെ കാൽച്ചുവടുകളെ അറിയാതെയും ഇരുന്നു. മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഹല്ലേലൂയ. മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. ഹല്ലേലൂയ.
ഇതാ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ ഈജിപ്തിൽ കഷ്ടം അനുഭവിക്കുമ്പോൾ, വളരെ ദുഃഖം അനുഭവിക്കുമ്പോൾ, കഠിന വേദന അനുഭവിക്കുമ്പോൾ, ഊഴിയ വേല അനുഭവിക്കുമ്പോൾ, യോസഫിനെ അറിയാത്തൊരു ഫറവോൻ വന്ന് ഇസ്രായേൽ മക്കളെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത ഉണ്ട്, ഇവര് പെരുകും പെട്ടത്, ഇവര് വർദ്ധിക്കും. വർധനമുള്ള ഒരു കൂട്ടമാണ് ഇസ്രായേൽ മക്കൾ. കാര്യം അബ്രഹാമിനോട് പറഞ്ഞത്, നിന്നെ ഞാൻ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അബ്രഹാമിനുള്ള അനുഗ്രഹം ഇസ്രായേൽ മക്കൾ കിടക്കുകയാണ്. ഇസ്രായേൽ മക്കളുടെ പ്രത്യേക അത്രയ്ക്കും വർധന നിൽക്കുമ്പോഴാണ്, ഇവരുടെ വർധന നിമിത്തമാണ് നൈൽ നദിയിലേക്ക് എർത്ത് കുഞ്ഞുങ്ങളെ ആദിജാതനെ കടിഞ്ഞൂൽ പുത്രനെ എറിയാൻ ഫറോവൻ അവിടെ കൽപ്പിക്കുന്നത്. അങ്ങനെ ഊഴിയ വേല ചെയ്തു വരുമ്പോൾ ദൈവം ഈ ഇവരുടെ വേദന കണ്ട് ഇറങ്ങി വരികയാണ്. മോശയോട് പറയുന്നു, ഞാൻ എന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു, അവരുടെ നിലവിളി കേട്ടു, ഇപ്പോൾ അവരെ രക്ഷിപ്പാനായി ഇറങ്ങി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഒരു പ്രവൃത്തി അയക്കണമെങ്കിൽ ദൈവമായിട്ട് ഇനിഷ്യേറ്റ് എടുക്കണം. ഹല്ലേലൂയ. ദൈവമായി ഇറങ്ങി വരണം. ഹല്ലേലൂയ. മോശയുടെ ഹൃദയത്തിലേക്ക് ദൈവം തന്റെ ആലോചന കൊടുക്കുമ്പോൾ ദൈവം ഇറങ്ങി തന്നെയാണ് ഇസ്രായേൽ മക്കളെ വിടിവിക്കാൻ വേണ്ടി. അത്രയും കഠിന വേദന ഇരിക്കുന്നവരെ വിടിവിക്കാൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ 10 ബാധകളെ അയച്ചാണ് അവിടുന്ന് തന്റെ മക്കളെ പുറപ്പെടുവിക്കുന്നത്. അവസാനം വരുന്നത് കടിഞ്ഞൂൽ സംഹാരമാണ്. അതിനെക്കുറിച്ച് ബൈബിൾ പഠനം ഉള്ളവർക്ക് അത് മനസ്സിലാവും എന്താണ് ഇത്. എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാത്തത് അടുത്തേക്ക് പോകുന്നു. ഇവരെ കൊണ്ടുവരുമ്പോൾ ആട്ടിൻ കൂട്ടത്തെ പോലെ നടത്തുന്നു. ഹല്ലേലൂയ. ഒരു ഇടയൻ ആടിനെ എങ്ങനെയാണ് നടത്തുന്നത്? ഇടയൻ ആടിന് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കും, വെള്ളം കൊടുക്കും, പച്ചയായ പുൽപ്പുറങ്ങൾ കിടത്തും. ഹല്ലേലൂയ. വചനം പറയുന്നു, സങ്കീർത്തനം പറയുന്നു, ഹല്ലേലൂയ, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല, പച്ചയായ പുൽപ്പുറങ്ങൾ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് എത്തിക്കനെ നടത്തുന്നു, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അതായത് ഒരു തണുപ്പിന്റെ അനുഭവം ഒരു ഇടയൻ എപ്പോഴും ആടിന് കൊടുത്തോണ്ടിരിക്കും. ഹല്ലേലൂയ. പിന്നീട് ഭാഗത്ത് യേശു ഉപമയിൽ പറയുന്നിടത്ത് കാണാതെ പോയ ആടിനെ രക്ഷിക്കുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഒരു ആട് നഷ്ടപ്പെടുമ്പോൾ 100 ഒരു ആട് നഷ്ടപ്പെടുമ്പോൾ 99 സേഫ് പ്ലേസിൽ വെച്ചിട്ട് ആ ആടിന്റെ പുറകെ പോകുന്ന ഒരു അനുഭവം. അത്രയ്ക്കും ഇടയനെ ആടിനോട് ഇന്റിമസി, അത്രയ്ക്കും സ്നേഹം ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെ നല്ല ഇടയനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കള്ള ഇടയന്മാരും ഉണ്ട്, ചെന്നായ്ക്കൾ വിട്ട് വരുമ്പോ ഓടിക്കളയുന്ന. ഇവിടെ ദാവീദിനെ കുറിച്ച് പറയണമെങ്കിൽ അപ്പന്റെ ആടുകളും മേയിച്ചുകൊണ്ട് കാട്ടിൽ പോകുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. ദാവീദ് ഒരിക്കൽ ആടുകളെ മേയിക്കുമ്പോൾ കരടി വരുന്നു, സിംഹം വരുന്നു. ഇതിനെല്ലാത്തിനും ആടിനെ രക്ഷിക്കുന്നു. പ്രൊട്ടക്ഷൻ ആയിരിക്കും ആടിന് കിട്ടിക്കൊണ്ട് നല്ല ഇടയന്റെ ഭാഗത്ത്. യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, എന്റെ ആടുകൾ എന്റെ ശബ്ദം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, മോശയുടെയും അഹരോന്റെയും കയ്യാൽ നീ നിന്റെ ജനത്തെ ഒരു ആട്ടിൻകൂട്ടത്തെ പോലെ നടത്തി. നമ്മൾ കർത്താവിന് മുമ്പിൽ ഒരു ആടായിട്ട് ഇരിക്കുകയാണെങ്കിൽ ആടിനെ എങ്ങനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നു, എങ്ങനെയെല്ലാം സംരക്ഷണം ചെയ്യുന്നു, അതുപോലെ ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ. അതുപോലെ ദൈവം നമ്മളെ ലീഡ് ചെയ്യും. ഹല്ലേലൂയ. അതിന് പകരം കർത്താവിന് മുമ്പിൽ കരടിയായിട്ട് നിന്നേന, ചെന്നായിട്ട് നിന്നേന, പാമ്പായിട്ട് നിന്നേന, കർത്താവിന് മുമ്പിൽ വേറെ ദുഷ്ടമൃഗമായിട്ട്, ഹല്ലേലൂയ, വേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഉപദ്രവ ജീവിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ കൊട്ടുകളും ദൈവം തരും. നമ്മൾ ആട്ടിൻകുട്ടത്തെ ആടിനെ പോലെ, ഹല്ലേലൂയ, ആടിനെ പോലെ കർത്താവിന് മുമ്പിൽ ഇരിക്കേണ്ട നിലവാരത്തിൽ, ദൈവത്തിന് മുമ്പിൽ നിൽക്കേണ്ട നിലവാരത്തിൽ ആയിരിക്കേണ്ട മേഖലയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ട എല്ലാം നൽകി. മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പരിശുദ്ധാത്മയോട് ആഗ്രഹിക്കുന്നത് നമ്മൾ ഏത് മേഖലയിലായിരിക്കണം, കർത്താവിന് മുമ്പിൽ നിൽക്കേണ്ട പോലെ നിന്ന് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വേണ്ടതെല്ലാം തുറന്നു തരും. ഹല്ലേലൂയ. ഇവിടെ അതിന്റെ മേലിൽ പറയുന്നു, നിന്റെ വഴി സമുദ്രത്തിലും. കർത്താവിന്റെ പ്രവൃത്തി നോക്കിയേ, കർത്താവിന് ഒരു വിടുതൽ കൊണ്ടുവരാൻ കർത്താവ് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കടലിൽ കൂടി നടക്കുകയാണ് യേശു. നിന്റെ വഴി സമുദ്രത്തിലും. യേശു ഇവിടെ കടലിൽ കൂടി നടക്കുകയാണ്. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം കടലിന്റെ പ്രത്യേകം, വെള്ളത്തിന്റെ പ്രത്യേകം എന്താണ്? വെള്ളത്തിന്റെ മേലെ ഒരാൾ നടന്നാലും മുക്കിക്കൊല്ലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മുക്കിക്കൊല്ലും. ഹല്ലേലൂയ. ശ്വാസം മുട്ടി മരിക്കും. അത്രയ്ക്കും പ്രതിസന്ധി നിറഞ്ഞിരിക്കുന്നതും അത്രയ്ക്കും ബുദ്ധിമുട്ട് നിറഞ്ഞിരിക്കുന്നതും പ്രശ്നം നിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ മേലെ പാത ഒരുക്കി, അതിന്റെ മേലെ വഴി ഒരുക്കി, അതിന്റെ മേലെ ഒരു വഴി ഒരുക്കി ദൈവം നിന്നെ നടത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ.
നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെ നടക്കും, അതെങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ എങ്ങനെ സംഭവിക്കും. എത്ര പ്രതിസന്ധി വന്നോട്ടെ, എന്തോരം പ്രതിസന്ധി പ്രശ്നങ്ങൾ വന്നോട്ടെ, പക്ഷെ പരിശുദ്ധാത്മാവിടെ കൂടെ ഉണ്ടെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെ മീതെ ദൈവം നമ്മളെ നടത്തിക്കും. നിന്റെ വഴി സമുദ്രത്തിലും നിന്റെ പാതകൾ പെരുവെള്ളത്തിലുമായിരുന്നു. ഹല്ലേലൂയ. ഇതാ ഇവിടെ ഇസ്രായേൽ മക്കള് ജോർദാന്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ജോർദാന്റെ പ്രത്യേകത മരണയോർദാൻ എന്നാ പറഞ്ഞത്. വേനൽ സമയത്ത് ഇത് കവിഞ്ഞൊഴുകും. അത്രയ്ക്ക് ഡേഞ്ചർ ആയിരിക്കുന്ന യോർദാന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവിടെ റൂള്, ഒരു പ്രോട്ടോകോൾ പറയുന്നതാണ്, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്മേൽ പതിക്കുമ്പോൾ, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിന്മേൽ പതിക്കുമ്പോൾ യോർദാൻ രണ്ടായി പിളരും. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം എന്താണ്? പെട്ടകത്തിന് മേൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്നു. നീ ദൈവസാന്നിധ്യത്തോടെയാണ് നീ പ്രശ്നങ്ങളെ നടുവിൽ കയറി നിൽക്കുകയാണെങ്കിൽ പ്രശ്നം നിന്റെ മുമ്പിൽ വഴി മാറിത്തരും. ഹല്ലേലൂയ. ദൈവസാന്നിധ്യമുള്ള വടിയാണ് മോശയുടെ കയ്യിലിരിക്കുന്നത്. മോശ, നീ കരയുന്നതിന് നിന്റെ വടിയെടുത്ത് നീട്ടുക. എടാ, നീ വിഷമിക്കുന്നുണ്ട്, നിന്റെ മേലിരിക്കുന്ന ദൈവശക്തി, നിന്റെ മേലിരിക്കുന്ന പാട്ടുപാടാനുള്ള അഭിഷേകമാണോ, വചനം ധ്യാനിക്കാൻ അഭിഷേകമാണോ, പിശാചിനെ വെട്ടാനുള്ള അഭിഷേകമാണോ, പ്രവചന അഭിഷേകമാണോ, രോഗശാന്തിപരം എന്ത് അഭിഷേകമാണ്, എന്ത് അഭിഷേകത്തിന്റെ വടിയാണ് നിനക്ക് ദൈവം തന്നിരിക്കുന്നത് എന്ന് റിയലൈസ് ചെയ്തത് ആ വടി എടുത്ത് പ്രശ്നത്തിന്റെ നടുവിൽ നീട്ടുമ്പോൾ യോർദാൻ പിളർന്നതുപോലെ, ചെങ്കടൽ പിളർന്നതുപോലെ, ഹല്ലേലൂയ, നിന്റെ മുമ്പിരിക്കുന്ന പ്രതിസന്ധിയും പിളർന്നു വരും. ഹല്ലേലൂയ. ഇവിടെ മോശ കരയുകയാണ്, ഇതെങ്ങനെ റിക്കവർ, ഇതെങ്ങനെ അതിജീവിക്കും. ഹല്ലേലൂയ. മോശയുടെ മേലിരിക്കുന്ന ഹല്ലേലൂയ അഭിഷേകം കൊണ്ട് മുന്നോട്ട് പോവുക. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം തന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ഭാര്യ തന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, നിന്റെ ലൈഫിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന പ്രതീക്ഷിക്കരുത്. നിന്റെ ജീവിതത്തിൽ നിനക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നിനക്കൊരു കഷ്ടത വരുമ്പോൾ അതിന് മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷേകം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട്, അതിന് യേശു പറയുന്നത് സ്വർഗത്തിൽ ഉയരത്തിന് ശക്തി പ്രാപിക്കുന്നത് വരെ നിങ്ങൾ ഇവിടം വിട്ടു പോവരുത്. കാര്യം, അഭിഷേകമുള്ളവനെ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, അഭിഷേകമുള്ളവനെ മുന്നോട്ട് കുതിക്കാൻ പറ്റത്തുള്ളൂ. അഭിഷേകം ഇല്ലാത്തവൻ ആളുകളുടെ സപ്പോർട്ട് മുന്നോട്ട് ഒന്ന് കുതിച്ചാലും ഒരു സമയം ഓഫാവും, ഇടിച്ചു നിൽക്കും, കുഴി പോയി വീഴും. പക്ഷെ അഭിഷേകമുള്ളവൻ ആരുടെ സപ്പോർട്ടും ഇല്ലാതെ, ഹല്ലേലൂയ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും. വേറെ ഭാഗത്ത് പറയുന്നു, ചിലർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. വേറെ ഭാഗത്ത് പറയുന്നു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ, not by power, not by might, by my spirit. സെറുബാബലിന്റെ മുമ്പിലിരിക്കുന്ന മഹാപർവ്വതം സമഭൂമിയായി തീരും. ഹല്ലേലൂയ. അഭിഷേകമുള്ളവൻ മുന്നോട്ട് പോകും, അഭിഷേകമുള്ളവൻ മുന്നോട്ട് കുതിക്കും, ദൈവകൃപയുള്ളവൻ മുന്നോട്ട് ചലിക്കും. അതുകൊണ്ട് അഭിഷേകത്തിൽ ജീവിക്കുക, മുന്നോട്ട് പോവുക, ദൈവത്തിനു മുമ്പിൽ ആടായിരിക്കുക, ദൈവത്തിന്റെ എല്ലാ പ്രൊട്ടക്ഷൻസും ബെനിഫിറ്റ്സും ദൈവകൃപയും പ്രാപിച്ച് മുന്നോട്ട് പോവുക. ഒരു യാത്രയുണ്ട്, ആത്മീയജീവിതം ഒരു യാത്രയാണ്, ഒരു ഓട്ടക്കളമാണ്. ഈ ഓട്ടക്കളത്തിൽ നിനക്ക് ഓടണമെങ്കിൽ അനൗൺസിങ് വേണം, ദൈവകൃപ വേണം, ദൈവസാന്നിധ്യം വേണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നവരുടെ കർത്താവ് ഈ വചനത്താൽ എല്ലാവരും ബലപ്പെടുത്തുമാറാണ്. ഇതൊരു ഡിനോമിനേഷന് വേണ്ടി, ഒരു വിഭാഗത്തിന് വേണ്ടി കൊടുക്കുന്നതല്ല. ഹല്ലേലൂയ. ഭൂമിക്ക് കീഴെ എല്ലാ മാനവരക്ഷയ്ക്കും ഹല്ലേലൂയ കർത്താവെ അങ്ങ് ക്രൂശിതനായി, ഹല്ലേലൂയ അങ്ങയുടെ മക്കൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. പരിശുദ്ധാത്മാവ് എല്ലാവരെയും അനുഗ്രഹിക്കണതിനെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം യേശുവിനെ പ്രാർത്ഥിക്കുന്ന അപേക്ഷതയും കേൾക്കണം. സ്വർഗീയപിതാവേ, ആമേൻ. ഹല്ലേലൂയ. 24 മണിക്കൂറിന്റെ പ്രയർ സപ്പോർട്ട്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഫോൺ നമ്പർ കൊടുക്കും, നിങ്ങൾക്ക് വിളിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം, 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 സ്തോത്രം.